റഷ്യ, ഇന്ത്യ, ചൈന RIC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ലോകത്ത് നിലനിന്നിരുന്നു. 1990കളിൽ ഒരു ചെറിയ രൂപത്തിൽ ചർച്ചകളിലും മറ്റുമൊക്കെ ആയിട്ട് രൂപപ്പെട്ടു തുടങ്ങിയ ഒരു ഗ്രൂപ്പ്. അന്നത്തെ ഒരു വെസ്റ്റേൺ ലോകത്തിന് ഒരു ബദൽ എന്ന നിലയ്ക്ക് സാമ്പത്തികമായും ഒക്കെയുള്ള സഹകരണം ലക്ഷ്യത്തോടെ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. 98-ലൊക്കെയാണ് ഈ ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത്. അന്ന് ഫസ്റ്റ് ഇത് മുമ്പോട്ട് വയ്ക്കുന്നത് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ മുമ്പോട്ട് വയ്ക്കുന്നത്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. സ്ട്രാറ്റജിക് ട്രയാങ്കിൾ കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് പേരുകേട്ട ഇന്ത്യ, റഷ്യ, ചൈന കൂട്ടുകെട്ട് 2022 ഫസ്റ്റ് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ്. UN ജനറൽ അസംബ്ലി നടക്കുന്ന സമയത്ത് അതിന് സൈഡ് ലൈൻ ആയിട്ടാണ് ഇങ്ങനത്തെ ആദ്യത്തെ ഒരു ഡയലോഗ് നടക്കുന്നതും ആദ്യത്തെ ഒരു ചർച്ച 2002 നടക്കുന്നതും. 2006 ഒരു റെഗുലർ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2006 അന്ന് അപ്പോഴേക്കും വാജ്പേയി മാറിയിട്ട് മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ വന്നു. പ്രധാന ഉദ്ദേശം, ഈ ഒരു ഗ്രൂപ്പിന്റെ ഉദ്ദേശം റീജിയണൽ സെക്യൂരിറ്റി, ഭീകരവാദത്തെ കൗണ്ടർ ചെയ്യുക, എനർജി കോർപ്പറേഷൻ, ഗ്ലോബൽ ഗവേണൻസ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ഒരു പേരിന് മാത്രമുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഇത് മാറി. അതിന്റെ കാരണം ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പിന്നീട് ഫോം ചെയ്യുകയാണ്. ഒരുപക്ഷെ RIC തന്നെ ആയിരിക്കാം ബ്രിക്സിന് ഒരു തുടക്കം ഇടുന്നത്. RICയുടെ ചർച്ചകൾക്ക് ശേഷമാണ് പിന്നീട് ബ്രിക്സ് ഉണ്ടാവുന്നത്. കൂടുതലായിട്ട് വരുന്നത് ബ്രസീലും സൗത്ത് ആഫ്രിക്കയുമാണ്. ഈ രാജ്യങ്ങൾ കൂടി ചേർന്നിട്ട് RIC എന്നത് ബ്രിക്സ് എന്ന രൂപത്തിൽ കൂടുതൽ പവർഫുള്ളായി. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബ്രിക്സിനകത്ത് RIC ഉണ്ട്. BRICS എന്ന് പറയുന്ന ബ്രിക്സ്. അതിൽ തന്നെ B കഴിഞ്ഞാൽ RIC, പിന്നെ S. അതായത് ബ്രിക്സ് എന്ന് പറയുന്നതിനകത്ത് RIC നമുക്ക് കാണാൻ പറ്റും. അത് വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. അപ്പോൾ RIC പിന്നീടും അതിന്റെ ചർച്ചകളും യോഗങ്ങളും ഒക്കെ നടന്നു പോന്നിരുന്നു. പക്ഷെ ബ്രിക്സിനാണ് കുറെ കൂടി പ്രാധാന്യം കിട്ടിയത്. പക്ഷെ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് ഈ RICയെ ശക്തിപ്പെടുത്തണം എന്ന ആവശ്യവുമായിട്ട് റഷ്യ മുന്നിട്ട് വന്നിരിക്കുകയാണ്. റഷ്യയുടെ ഫോറിൻ മിനിസ്ട്രി തന്നെ RIC ശക്തമാക്കേണ്ടതുണ്ട്, RIC വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ആവശ്യവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. RICയിലൂടെ റഷ്യ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ, ചൈന, റഷ്യ കൂട്ടുകെട്ടുണ്ടാക്കുക എന്നതാണ്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് മറികടന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഷ്യ ഒരു ന്യൂട്രൽ ഗെയിം ഇതിനകത്ത് കളിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം, ഇന്ത്യക്ക് വെസ്റ്റേൺ രാജ്യങ്ങളെ പിണക്കിക്കൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കുന്നത് ഗുണകരമായിരിക്കില്ല. കാരണം ഇന്ന് വെസ്റ്റേൺ രാജ്യങ്ങളും നമ്മളും തമ്മിൽ നല്ല ടേംസിലാണ്. ഇപ്പോൾ റഷ്യയും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ വളരെ മോശം റിലേഷനാണ്. ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലും വളരെ മോശം റിലേഷനാണ്. അതിൽ ഇന്ത്യയുമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, നമ്മൾ റഷ്യയും ചൈനയും പോലെ അല്ല എന്നതുകൊണ്ടാണ്. മറ്റൊന്ന്, ഇന്ത്യ ഒരു എമേർജിംഗ് പവറാണ്. അപ്പോൾ ഇന്ത്യയും കൂടി പിണക്കി കഴിഞ്ഞാൽ വെസ്റ്റേൺ രാജ്യങ്ങൾ പൂർണ്ണമായും ലോകത്ത് ഒറ്റപ്പെടുമെന്നുള്ളത് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇന്ത്യ ശരിക്കും ഫ്യൂച്ചറിൽ ഒരു പ്രധാന റോള് വഹിക്കാൻ പോകുന്ന ഒരു ശക്തിയാണ്. കാരണം വെസ്റ്റേൺ രാജ്യങ്ങളുടെ ആ ഒരു കൂട്ടുകെട്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അത് പൂർണ്ണമായി തകരാനൊന്നും പോകുന്നില്ല. ട്രംപിന്റെ പോളിസീസ് അതിൽ കുറെ പരിക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിലനിൽക്കും, അത് തകർന്നു പോകാൻ പോകുന്നില്ല. കാരണം US ഇല്ലാതെ യൂറോപ്പിനൊരു നിലനിൽപ്പ് പോസിബിൾ അല്ല. അല്ലെങ്കിൽ പിന്നെ അവർ റഷ്യയുടെ ആശ്രയത്വം തേടണം. റഷ്യ ഒരിക്കലും അവരുമായിട്ട് ഒരു സഹകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് ഒരു വിദൂര സാധ്യത മാത്രമാണ്. അപ്പോൾ ഈ വെസ്റ്റേൺ പവേഴ്സ് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ മറുഭാഗത്തെന്ന് പറയുന്നത് ഉത്തര കൊറിയ, ചൈന, റഷ്യ കൂട്ടുകെട്ട്. അത് ഓൾറെഡി നിലനിൽക്കുന്ന ഒരു കൂട്ടുകെട്ടാണ്, അതും അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ഇവിടെ ഏതെങ്കിലും ഒരു കൂട്ടിൽ പോയി പെടുന്നതിന് പകരം ഇന്ത്യ എല്ലാ കൂട്ടുകളുമായി സഹകരിക്കാനാണ് ശ്രമിക്കുന്നത്. പണ്ട് നമ്മൾ ചേരാ നയമായിരുന്നു ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ തന്നെ പരിഷ്കരിച്ച രൂപമായിട്ട് നമ്മൾ എല്ലാ ചേരികളുമായും സഹകരിക്കും. അപ്പം നമുക്കുള്ളൊരു പ്രത്യേകത, ഏത് രാജ്യങ്ങൾക്കും നമ്മളുമായിട്ട് ഒരു ആവശ്യം വന്നാൽ സഹകരിക്കാൻ പറ്റും. ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായെന്ന് കരുതുക. ഇന്ത്യ റഷ്യക്ക് വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ടുള്ള റിലേഷൻസ് വേണ്ടെന്ന് വയ്ക്കില്ല, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് റഷ്യയുമായിട്ടുള്ള റിലേഷനും വേണ്ടെന്ന് വയ്ക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുന്ന സമയത്ത്, ഒരിക്കലും സംഭവിക്കില്ല എങ്കിലും നമ്മൾ പറയുവാണ്, അങ്ങനത്തെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പോലും ഇന്ത്യ ഒരു ന്യൂട്രൽ പ്ലെയർ ആയിട്ട് അവിടെ നിൽക്കും. രണ്ട് കൂട്ടരുമായിട്ട് സഹകരിക്കും, രണ്ട് കൂട്ടരുമായിട്ട് ട്രേഡ് നടത്തും. അപ്പോൾ ട്രേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുദ്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വ്യാപാരം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യ എന്തായാലും RIC വീണ്ടും ശക്തമാക്കാൻ ശ്രമിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ദോഗ്ലാം സംഭവത്തോട് കൂടിയിട്ടാണ് RIC ഏറെക്കുറെ അങ്ങ് തീരെയും ഇന്ത്യ അങ്ങ് വേണ്ടാത്ത പോലെ അങ്ങ് പെരുമാറാൻ തുടങ്ങിയത്. അതിനുശേഷം ഇന്ത്യ ഒരു വിർച്വൽ മീറ്റിനോ മറ്റോ തയ്യാറായിട്ടുണ്ടായിരുന്നു RICയിലുമായി ബന്ധപ്പെട്ട്. അന്ന് നമ്മുടെ
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ ചൈനയുടെയും റഷ്യയുടെയും വിദേശകാര്യമന്ത്രിമാരും അന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഒരു കൂടിക്കാഴ്ച നടന്നത്. പക്ഷെ അതിനുശേഷം ഗാൽവാൻ സംഭവത്തോട് കൂടിയിട്ട് ഇന്ത്യ RIC ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടിലാണ്. RICക്ക് ഒരു പുനർജീവൻ കൊടുക്കാൻ പറ്റുമോ എന്നാണ് റഷ്യ ആഗ്രഹിക്കുന്നത്, അവർ ശ്രമിക്കുന്നത്. കാരണം റഷ്യക്ക് ഇന്ത്യയും ചൈനയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് ആവശ്യമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നത് ഇന്ത്യക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. ഇനി അഥവാ ഇന്ത്യ അതിന് പോവുകയാണെങ്കിൽ തന്നെ ഒരു മിതമായ രീതിയിൽ മാത്രമേ സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ ഡിഫൻസ് പരമായിട്ടൊക്കെ ഉള്ള സഹകരണത്തിന്റെ സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ചൈന ഇന്ത്യയെ ഒരു വലിയ കോമ്പറ്റേറ്റർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരിക്കലും ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ എളുപ്പമാവില്ല. കാരണം അവരെപ്പോഴും ഈ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ മുന്നിൽ വെച്ച് ഇന്ത്യക്കെതിരെ കളിച്ച് അങ്ങനെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയാണ് ചൈന ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്? ആ ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ അതിനൊരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് അതിലെ മെമ്പേഴ്സിന് വേണ്ടേ. ഇന്ത്യയും റഷ്യയും തമ്മിൽ അതുണ്ട്, ചൈനയും റഷ്യയും തമ്മിലും അതുണ്ട്. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ആ ഒരു ട്രസ്റ്റ് ഇല്ല. ഇന്ത്യയുടെ ശത്രുക്കൾക്കാണ് ചൈന ഏറ്റവും അധികം സപ്പോർട്ട് കൊടുക്കുന്നത്. ചൈന കൊടുക്കുന്ന ആയുധങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എപ്പോഴും മുമ്പിലോട്ട് യുദ്ധത്തിനായിട്ട് വരുന്നത്. ഇവിടെ റഷ്യ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ റഷ്യ ചൈനയ്ക്കും ഇന്ത്യക്കും ആയുധങ്ങൾ തരുന്നുണ്ടല്ലോ, അപ്പൊ ചൈനയ്ക്കും പരാതിയില്ല, ഇന്ത്യക്കും പരാതിയില്ല. അപ്പോൾ റഷ്യ ചെയ്യുന്നത് അവരുടെ ആയുധങ്ങൾ വിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്, അത് അവർ ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ ചൈന പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്തോട്ടെ, അത് ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ഒരു റിലേഷന് ഒരു പ്രശ്നമായിട്ട് വരേണ്ടതുണ്ടോ എന്നൊക്കെയാണ് റഷ്യ ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇന്ത്യ വളരെ ആലോചിച്ച് മാത്രമേ RICയുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്ന് സഹകരിക്കാൻ സാധ്യത കാണുന്നുള്ളൂ. കാരണം ചൈനയുടെ മേൽ ലോകരാജ്യങ്ങൾക്ക് തോന്നിയിരിക്കുന്ന എതിർപ്പും ശത്രുതയുമാണ് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ഗ്രോത്തിന്റെ ഇന്ധനമെന്ന് പറയുന്നത്, ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്തിന്റെ ഇന്ധനമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചൈനയുമായിട്ടൊരു ലിമിറ്റ് വിട്ടുപോയി സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് പലതും നമുക്ക് നഷ്ടമാകേണ്ടി വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.